കേട്ടപ്പോ അഹമ്മദാബാദിൽ നിന്ന് തുടങ്ങി ആ യാത്രയിൽ പലയിടങ്ങളിൽ പോകുമ്പോ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പോയി കാണണം ചെറുപ്പക്കാർ ഗുജറാത്ത്. ഇന്നത്തെ ഗുജറാത്ത് എന്താണെന്ന് അറിയാം. ഇതൊക്കെ പറയുന്നവൻ അറിയുന്നില്ല. ഗുജറാത്തിന്റെ ഗ്രാമപ്രദേശങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടന്തരം ഉണ്ടാകുന്ന ഗുജറാത്തിൽ. പഴയ ഗുജറാത്ത് അല്ല, പുതിയ ഗുജറാത്ത്. മോഡിയുടെ ഗുജറാത്ത് ഗ്രാമങ്ങളുടെ ഗുജറാത്തല്ല, ഗ്രാമങ്ങളുടെ വികസനമല്ല, നഗരങ്ങളുടെയും വ്യവസായങ്ങളുടെയും വികസനമാണ്. പക്ഷെ അതിനിടയിലും ഒരു രാഷ്ട്രീയമുണ്ട്. എന്താണെന്നറിയുമോ? അത് ഗുജറാത്തിലെ ഏത് ഗ്രാമപ്രദേശത്ത് പോയാലും പച്ചപ്പുള്ള ഏറ്റവും നല്ല കൃഷി ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഗുജറാത്തിൻ്റെത്. എല്ലായിടത്ത് പോയാലും കാണാം അവിടുത്തെ ഗോതമ്പും അവിടുത്തെ നെല്ലും ഒക്കെ വിളഞ്ഞു നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായ കാർഷിക വ്യാവസായിക മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് യു പി അല്ല, ഡൽഹി അല്ല, ആസാമല്ല, ബീഹാറല്ല, അത് ഗുജറാത്താണ്. ഗുജറാത്ത് പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സാധ്യതകളുള്ള ഒരു സ്റ്റേറ്റില്ല. ആ സ്റ്റേറ്റിനകത്ത് ഒരു വലിയ ബിസിനസ് ഹാർമണി ഉണ്ടായിരുന്നു. അവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു ബന്ധം, അവിടുത്തെ എല്ലാ തരത്തിലുമുള്ള ഒരു ബിസിനസ് ഹാർമണി. അവിടുത്തെ ഡയമണ്ട് വ്യവസായത്തിന്റെ ആനന്ദ് നഗരമാവട്ടെ, അതുപോലെ തന്നെ ഉരുക്ക് വ്യവസായത്തിന്റെ അഹമ്മദാബാദ് ആവട്ടെ, ടെക്സ്റ്റൈൽ വ്യവസായ രംഗത്ത് ലോകത്തെ പ്രവർത്തിക്കാൻ കഴിയുന്ന സൂറത്താവട്ടെ, എവിടെ നിങ്ങൾ പോയാലും അവിടെ ഒരു ബിസിനസ് ഹാർമണി മുസൽമാനും ഹിന്ദുവും തമ്മിലുള്ളതായിരുന്നു. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ മുഴുവൻ പ്രബുദ്ധമായി കണ്ണും കാതും തുറന്ന് കാത്തിരിക്കുന്ന കേരളത്തിന്റെ ഗ്രാമങ്ങൾ പോലും റിലയൻസും അതുപോലെ തന്നെ ബിർളയും ഒക്കെ കീഴടക്കിയപ്പോ കഴിഞ്ഞില്ല അവർക്ക് ഗുജറാത്തിന്റെ മണ്ണിലേക്ക് പോകാൻ. ഗുജറാത്തിൽ ഒരു പ്രതിരോധമുണ്ടായി, ഒരു പീപ്പിൾസ് ജനങ്ങളുടെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായി. ആ ഒരു ആൾട്ടർനേറ്റീവ് അവിടെ പകരം നിന്നു. ഗുജറാത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ആ ഗുജറാത്തിന്റെ മണ്ണിലേക്ക് ഇടിച്ചു വരാൻ വ്യവസായ സംരംഭകർക്ക് സാധിക്കണമെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളും അവിടുത്തെ ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്ന ഒരു നല്ല ബിസിനസ് ബന്ധം തകർക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി. ഗുജറാത്തിലെ വലിയ കലാപങ്ങൾ നടക്കുന്ന സമയത്ത് ഏറ്റവും രൂക്ഷമായി നരേന്ദ്രമോദി എന്ന് പറയുന്ന നരഭോജി അവിടുത്തെ മനുഷ്യന്റെ ചോര കുടിക്കുന്ന കാലയളവിൽ അവിടുത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തക, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തക ബാബും അതുപോലെ തന്നെ ജാവേദ് അക്തറും ഒക്കെയായി അന്ന് ആ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് അവരുമായി സംസാരിക്കുമ്പോഴും അവരുമായി ഇടപെടുമ്പോഴും ഒക്കെ അവർ പലപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഷാജി, നിങ്ങൾ പറയുന്ന പോലെയല്ല ഗുജറാത്ത്. അവിടെ ഹിന്ദുത്വമല്ല, അവിടെ ഹിന്ദുത്വമല്ല. ആർക്ക് ഹിന്ദുത്വം? നരേന്ദ്രമോദിക്കാണോ? ബാബരി പള്ളി പൊളിക്കുകയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ ഹിന്ദു എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്ത എൽ കെ അദ്വാനിയുടെ വീട്ടിൽ ഒരു പൂജാമുറിയില്ല എന്നത് വാർത്തയാണ്. ആർക്കറിയാത്തത്? തന്റെ നെറ്റിയിൽ കുറിച്ചിടുന്ന ചന്ദനക്കുറിക്കപ്പുറം ഹൃദയത്തിനകത്തൊരു തരിവ് പോലും ഹിന്ദുത്വത്തിന്റെ ധർമ്മമുള്ളവനല്ല നരേന്ദ്രമോദി എന്ന് പലപ്പോഴും വാർത്തകൾ വന്നതാണ്. ഈശോ പറഞ്ഞു അവിടെ ഉള്ള മത്സരം നടക്കുന്നത് മതത്തിന്റെ പേരിൽ അല്ല, പക്ഷേ മതത്തിന്റെ പേരിൽ അതിനെ ആക്കി തീർക്കുന്നത് ആളുകളുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണ്. കലാപത്തിന്റെ ബേസ് എന്ന് പറയുന്നത് മതമല്ല, വ്യവസായമാണ്. വ്യവസായമാണ്. എന്താ സംഭവിച്ചത്? അവിടുത്തെ മുസൽമാനെയും ഹിന്ദുവിനെയും ശക്തമായി തമ്മിൽ തെറ്റിച്ചു. അവർ രണ്ടു ഭാഗത്തേക്ക് ചെരുമാറിപ്പോയി. അതിനിടയിൽ റിലയൻസ് ഇറങ്ങി. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയാൽ അവിടുത്തെ ഒരു ഏക്കർ ഗോതമ്പ് പാടമുണ്ടെങ്കിൽ, ഒരു ഏക്കർ വെണ്ടക്ക കൃഷി ഉണ്ടെങ്കിൽ അതിൽ ബോർഡ് ഉണ്ടാകും. എന്താ ബോർഡെന്നറിയുമോ? അത് സൈറ്റ് ഫോർ റിലയൻസ് ആണ്, അല്ലെങ്കിൽ ബിർളയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ തക്കാളി ഉണ്ടാക്കുന്നവൻ അവന്റെ ഉൽപ്പന്നം മാർക്കറ്റിൽ വിൽക്കാൻ കിട്ടുന്ന സമയം അസർബാങ്കിന്റെ സമയമായിരുന്നു. ഡയമണ്ടിന്റെ കേന്ദ്രമായ അവിടുത്തെ അസർബാങ്കിന്റെ സമയം. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഒരു ബാങ്കുലിയാണ് ആനന്ദ് നഗരത്തിന് നടുവിൽ വെച്ച്. പെട്ടെന്ന് ആ ബാങ്ക് ഇങ്ങനെ എട്ടുപിടിക്കുകയാണ്. ഒരു പള്ളി, 2 പള്ളി, 10 പള്ളി, ഒരുപാട് പള്ളികൾ ഇങ്ങനെ ഒരേ സമയം ബാങ്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ കേൾക്കുകയാണ്. ഗുജറാത്തിന്റെ ഏത് ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്ക് അമ്പുരത്തുടികളായ പള്ളികളിൽ കാണാം. ഗുജറാത്തിന്റെ ഏത് ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്ക് ഇവിടെ മുസൽമാനെ കാണാം. നരേന്ദ്രമോദി അവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നു തീർത്തിട്ടില്ല. നരേന്ദ്രമോദി അവിടുത്തെ പള്ളികളെ മുഴുവൻ പൊളിച്ചു തീർത്തിട്ടില്ല. പിന്നെ എന്തേ ഗുജറാത്തിൽ നിന്ന് പുതിയ കലാപത്തിൽ കേൾക്കാത്തത്? നിങ്ങൾ എന്തേ ഗുജറാത്തിൽ നിന്ന് പുതിയ കരച്ചിലുകൾ കേൾക്കാത്തത്? എന്തേ ഗുജറാത്തിൽ നിന്ന് പുതിയ പള്ളി പൊളിക്കൽ കേൾക്കാത്തത്? എന്താ പ്രശ്നം എന്നറിയുമോ? കൊന്നവർ തന്നെ നിർത്തിവെച്ചിരിക്കുന്നു. കാരണം എന്താണ്? ഇസ്ലാം തീർന്നു പോയത് കൊണ്ടാണോ? മുസ്ലിങ്ങൾ അവസാനിച്ചത് കൊണ്ടാണോ? പള്ളികളൊക്കെ അമ്പലങ്ങളാക്കിയത് കൊണ്ടാണോ? അല്ല. മറിച്ചെന്താണ്? ഇനി ഈ കമ്പനികളുടെ വ്യവസായികളുടെ ഉൽപ്പന്നങ്ങൾ ഗുജറാത്തിൽ വിൽക്കപ്പെടണമെങ്കിൽ വേണ്ടത് സമാധാനമാണ്, ശാന്തിയാണ്. അതുകൊണ്ട് ഇനി ഗുജറാത്തിന്റെ ശാന്തിയും സമാധാനവും ഈ വ്യവസായ കമ്പനികളുടെ ഔദാര്യമാണ്. ആ ഇക്വഷനുകൾക്ക് എന്നാണോ ഗുജറാത്തിൽ ഒരു കുഴപ്പമുണ്ടാകുക, അന്ന് ഗുജറാത്തിൽ കലാപങ്ങൾ ഉണ്ടാകും. ഞാൻ പറയുന്നത് മനുഷ്യന്റെ ചോര ചിന്തിക്കും. മതത്തിന്റെ പേരിൽ അവനെ മതത്തിന്റെ നേരിയ അംശം പോലും അതിന്റെ